കേരളത്തിലെ അവഗണിക്കപ്പെടുന്ന ഒരു സമൂഹമായിട്ട് മത്സ്യത്തൊഴിലാളികൾ മാറിയിട്ടുണ്ടെന്നുള്ളൊരു യാഥാർത്ഥ്യത്തിലേക്കാണ് ഇപ്പോൾ നമ്മൾ വന്നിട്ടുള്ളത്. എന്താണെന്ന് വെച്ചാൽ ഇവിടെ തിരുവനന്തപുരത്ത് വിഴിഞ്ഞത്ത് അവിടെ ബോട്ടപകടത്തിൽ മരിച്ച ഒരുപാട് മത്സ്യത്തൊഴിലാളികൾ, ഇപ്പോഴും കാണാതായിട്ടുള്ള ഒരുപാട് മത്സ്യത്തൊഴിലാളികളെ കുറിച്ച് നമുക്ക് ഇവിടെ വാർത്ത കേട്ടിരുന്നു. എന്താണെന്ന് വെച്ചാൽ വിഴിഞ്ഞത്ത് ആദ്യത്തെ സംഭവമല്ല ഇത്, ഈ മത്സ്യത്തൊഴിലാളികളെ കാണാതാവുന്നതും അപകടത്തിൽപ്പെടുന്നതും. എന്തുകൊണ്ടാണ് സർക്കാരിന് കൃത്യമായ ഒരു നടപടി എടുക്കാൻ സാധിക്കാത്തത്? ഇപ്പോൾ നമുക്ക് അവസാനം മുതലപ്പുഴയിലേക്ക് പോവുകയാണെങ്കിൽ അവിടെ ആ വീട്ടിൽ നിന്ന് ജോൺ എന്ന് പറയുന്ന അയാളുടെ വീട്ടിൽ നിന്ന് വരുന്ന കരച്ചിൽ, ആ മകളുടെയും മകൻ്റെയും അത്രത്തോളം വിഷമമാണ് ആ മീഡിയാസിനോട് അദ്ദേഹം പറയുന്നത്, അല്ലെങ്കിൽ ആ ഒരു സർക്കാരിനോട് പറയുകയാണ്. കൃത്യമായിട്ടൊരു നടപടി അവിടുത്തെ കോസ്റ്റ് ഗാർഡ് എടുക്കുന്നില്ല, അല്ലെങ്കിൽ വേണ്ടപ്പെട്ട അധികാരികൾ അവിടെ നടപടി എടുക്കുന്നില്ല. കാര്യം ചെന്ന് പറഞ്ഞിട്ടും അവർ അത്രത്തോളം കൃത്യമായ ഒരു നടപടിയും എടുക്കുന്നില്ല എന്നുള്ള യാഥാർത്ഥ്യത്തിലേക്ക് അവിടെ പോവുകയാണ്. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ വരുമ്പോൾ എങ്ങനെയാണ് ഈ മത്സ്യത്തൊഴിലാളികളെ നമ്മൾ അവഗണിക്കുന്ന ഒരു യാഥാർത്ഥ്യമല്ലേ അവിടെ വരുന്നത്? വേറൊരു കാര്യം ചിന്തിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, മുതലപ്പുഴ എന്ന് പറയുന്ന ഒരു കടൽ അപകടമല്ല അവിടെ നടക്കുന്നത്. നമ്മളുടെ മനുഷ്യനിർമ്മിതമായിട്ടുള്ള, നമ്മളെ അശാസ്ത്രീയപരമായിട്ടുള്ള അവിടെ നടത്തിയ കുറച്ച് കാര്യങ്ങൾ മൂലമാണ് അവിടെ അപകടം നടക്കുന്നത് തന്നെ. ഇപ്പം പലരും പറയുന്നുണ്ട് മഴയാകുമ്പോൾ പോകരുത്, അല്ലെങ്കിൽ അവരുടെ മുന്നറിയിപ്പ് നൽകുമ്പോൾ, അതായത് സർക്കാർ മുന്നറിയിപ്പ് നൽകുമ്പോൾ പോകരുത്, അവരപ്പോൾ വീട്ടിൽ ഇരിക്കണമെന്ന് പറയും. ഇപ്പം ഞാൻ ഒരു വീഡിയോ കണ്ടിരുന്നു, ഒരു മത്സ്യത്തൊഴിലാളികളോട് ചോദിച്ചപ്പോൾ, ഇതിൻ്റെ കാര്യം ചോദിച്ചപ്പോൾ അവർ പറയുന്നുണ്ട്, അവർക്ക് ഒരു മാസത്തിൽ 10-21 ദിവസമാണ് അവർക്ക് മുന്നറിയിപ്പ് നൽകുന്നത് കടലിലേക്ക് പോകരുത് എന്ന്, മത്സ്യബന്ധനത്തിന് പോകരുതെന്ന് പറയുന്നത്. ഒരു മുതലപ്പുഴ എന്ന് പറയുന്ന അവിടെ ജീവിക്കുന്നവരുടെ ഏക വരുമാനം എന്ന് പറയുന്നത് കടലിൽ പോകുന്നതും അവിടെ നിന്ന് മീൻ വിൽപ്പനയാണ് അവരുടെ മെയിൻ വരുമാനം എന്ന് പറയുന്നത്. അങ്ങനെയുള്ളവരോട് മാസത്തിൽ ഒരു 20 ദിവസം കടലിലേക്ക് പോകരുതെന്ന് പറയുമ്പോൾ അവരെന്താണ് ചെയ്യേണ്ടത്? വലിയ പണക്കാരോ ഒന്നും അല്ലല്ലോ അവിടെ ജീവിക്കുന്നത്. അവർക്ക് അവരുടേതായ ജീവിതത്തിന് വേണ്ടി അവർ ആ ദുരിതം, അല്ലെങ്കിൽ അവർ ആ ഒരു അപകടം നിറഞ്ഞത് സ്വീകരിച്ചേ പറ്റൂ. അത് സ്വന്തം ജീവൻ പോലും പണയം വെച്ചാണ് അവർ അവിടേക്ക് ഇറങ്ങുന്നതും ഒക്കെ. ഇപ്പം അവിടെ ഒരു മത്സ്യത്തൊഴിലാളികളെ കാണാതായി എന്നൊരു അറിയിപ്പ് വന്നാലും മറ്റൊരു മത്സ്യത്തൊഴിലാളികളായിരിക്കും ആദ്യം അവരെ നോക്കാനായിട്ട് പോകുന്നത്. ഗവൺമെന്റ് വരുന്നതിന് മുമ്പ്, അല്ലെങ്കിൽ ഗവൺമെന്റിൽ നിന്നുള്ള വിഷ്ണു പറഞ്ഞ കോസ്റ്റ് ഗാർഡോ അങ്ങനെയുള്ളവർ വരുന്നതിന് മുമ്പ് അവരാണ് പോകുന്നത്. കാരണം കൃത്യമായിട്ടുള്ളൊരു സംവിധാനമില്ല അവർക്ക് എന്തെങ്കിലും അപകടം പറ്റുന്നതിനെ കുറിച്ച് മുന്നറിയിപ്പ് നൽകാനോ, അല്ലെങ്കിൽ അവർക്ക് അതിനെ പറ്റിയുള്ള ഇത് നൽകാനോ ഒന്നും കൃത്യമായിട്ടുള്ള സംവിധാനം നമ്മളുടെ ഇവിടെ നൽകുന്നില്ല. ഇത് അവർ തന്നെ പറയുന്നൊരു കാര്യമാണ്. വലിയ ഇപ്പോൾ എറണാകുളത്ത് ശക്തമായ കാറ്റടിക്കാൻ സാധ്യത, അതുകൊണ്ട് തിരുവനന്തപുരത്ത് ആരും കടലിൽ പോകരുത്, അല്ലെങ്കിൽ കന്യാകുമാരിയിൽ വലിയ കാറ്റടിക്കാൻ സാധ്യത, അതുകൊണ്ട് ആരും കടലിൽ പോകരുത്, തിരുവനന്തപുരത്ത് ആരും കടലിൽ പോകരുത്. അപ്പോൾ ഇവർ ഒരു വലിയ ഇൻഫർമേഷനായിട്ട് കൊടുക്കുന്നതിന് പകരം ചെറിയ ചെറിയ പ്രദേശങ്ങളെ വെച്ചിട്ട് ഇത്തരം കാര്യങ്ങൾ പറയുകയാണെങ്കിൽ ഇവർക്ക് കുറച്ചുകൂടി ഉപകാരം ഉണ്ടാവും എന്നാണ് ഇവർ പറയുന്നൊരു കാര്യം. അങ്ങനെ നിരവധി കാര്യങ്ങൾ പറയുന്നുണ്ട്. നമ്മളിവിടെ നോക്കേണ്ട ഒരു വസ്തുത എന്താണെന്ന് വെച്ചാൽ, കോസ്റ്റ് ഗാർഡിന് പോലും അത്രത്തോളം ഉത്തരവാദിത്വമില്ലായ്മ വരികയാണ്. ഒരു മണി സമയമൊക്കെയാണ് ഈ സംഭവം നടക്കുന്നതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്നിട്ട് അവർ മത്സ്യത്തൊഴിലാളികൾ തന്നെ അവിടെ തെരച്ചിൽ നടത്തിയിട്ട് അവർ പിന്നെ കോസ്റ്റ് ഗാർഡിനെ ചെന്ന് കാര്യം അറിയുകയും കോസ്റ്റ് ഗാർഡ് അവിടെ അന്വേഷണത്തിന് വരുന്നുണ്ട്. പക്ഷേ കൃത്യമായി അവർ പറയുന്ന പോലെ അവിടെ അന്വേഷണം നടത്തുന്നില്ല. അവർക്ക് തോന്നിയതുപോലെ അവരവിടെ വന്ന് അന്വേഷണം നടത്തുന്ന ഒരു നമുക്ക് ഈ എന്തിനോ വേണ്ടി തിളയ്ക്കുന്ന സാമ്പാർ എന്നൊക്കെ പറയുന്ന പോലെ അതുപോലെ വന്നങ്ങ് അന്വേഷണം നടത്തി പോവുകയാണ്, അല്ലാതെ കൃത്യമായിട്ടൊരു നടപടി എടുക്കുന്നില്ല. അതാണ്. അപ്പോൾ ആ വീട്ടുകാർ അവിടെ കരഞ്ഞ് അതിൻ്റെ ഓഫീസിൻ്റെ മുമ്പിൽ നിൽക്കണം. പിന്നെ അവിടെ പ്രതീക്ഷ എന്ന് പറയുന്ന ഒരു കോസ്റ്റ് ഗാർഡിൻ്റെ ഒരു ആംബുലൻസ് പോലെ ഒരു സംഭവമുണ്ട്, ഒരു വാഹനമുണ്ട് എന്ന് പറഞ്ഞാൽ വെള്ളത്തിലിറക്കാൻ പറ്റുന്ന ഒരു വാഹനമുണ്ട്. അപ്പോൾ അത് ഒരു പ്രതീക്ഷയല്ലാതെ ഇരിക്കുകയാണ്, ആ പ്രതീക്ഷയറ്റൊരു ഇതായിട്ട് അവിടെ ഇരിക്കുകയാണ്. ഇപ്പോൾ പിണറായി വിജയൻ സർക്കാരിൻ്റെ കാലത്താണ് അത് അവിടെ ഇറക്കിയിട്ടുള്ളത്. അപ്പോൾ അതൊരു പ്രതീക്ഷയില്ലാതെ അവിടെ കിടക്കുകയാണ്. അപ്പോൾ അതാണ് 6 മാസമായിട്ട് അത് വർക്ക് ചെയ്യുന്നില്ല, കംപ്ലൈൻറ്റാ. എന്നിട്ട് പോലും അത് റെഡിയാക്കാൻ ഒരു ഭരണാധികാരി, അവിടുത്തെ ഒരു ഉദ്യോഗസ്ഥരും ശ്രമിച്ചിട്ടില്ല എന്നുള്ളതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പരാതി എന്ന് പറയുന്നത്. അപ്പോൾ ഇവരെ അവഗണിക്കുന്ന ആ ഒരു രീതി എന്ന് പറയുന്നത്, മത്സ്യത്തൊഴിലാളികളെ അവഗണിക്കുന്നത്, അത് എപ്പോഴായാലും അല്ലെ, നമ്മൾ തന്നെ എത്രത്തോളം ആളുകളാണ് അവരെ അപമാനിച്ചു വരുന്നത്. ഈ കടലിൽ പോകുന്നവൻ അല്ല അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് എത്രത്തോളം അപമാനിക്കുന്ന രീതിയാണ് നമ്മൾ തന്നെ ഒരുപാട് കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇത്തരം യാഥാർത്ഥ്യങ്ങളിലേക്ക് വരുമ്പോൾ ഇവർക്ക് കൃത്യമായ നീതി ലഭിക്കുന്നതിന് വേണ്ടിയും, ഇപ്പൊ കടലിൽ കാണാതായിട്ട് ഇന്നത്തേക്ക് 5-6 ദിവസമാണ് അല്ലേ. അപ്പോൾ ഇത്രയും ദിവസം കഴിഞ്ഞിട്ടും കൃത്യമായൊരു നടപടി അവിടെ ഉണ്ടാവുന്നില്ല. അവരവിടെ ആ കോസ്റ്റ് ഗാർഡ് ഓഫീസിന് മുമ്പിലൊക്കെ നിന്ന് സമരം ചെയ്യുകയാണ്. ഇത്രത്തോളം അവഗണന കാണിക്കാൻ എന്താണ് അവർ ഇത്ര വലിയ തെറ്റ് ചെയ്തത്? എന്താണ്
ഇപ്പം വിഷ്ണു പറഞ്ഞ പോലെ കടൽക്ഷോഭം അല്ലെ കടലിൽ അറബിക്കടലിൽ അങ്ങനെ ഉണ്ടായി ന്യൂനമർദ്ദം ഉണ്ടായി കടലിൽ ഇറങ്ങരുതെന്ന് പറയുന്നത് പോലെ മുതലപ്പുഴയിൽ മറ്റൊരിതാണ്. മുതലപ്പുഴയിൽ കുറച്ച് പ്രശ്നങ്ങളുണ്ട്. അവിടെ എല്ലാ വർഷവും മരണം സംഭവിക്കുന്നതാണ്. അങ്ങനെ മരണം സംഭവിക്കണം എന്നല്ല, മരണം സംഭവിക്കുന്നത് കാരണം അവിടെ കുറച്ച് പ്രശ്നങ്ങളുണ്ട്. അവിടുത്തെ നിർമ്മാണത്തിലും അവിടെ എന്തൊക്കെയോ വലിയ ശാസ്ത്രീയപരമായി ഒരുപാട് പ്രശ്നങ്ങളുള്ളതാണ്. അത് കൃത്യമായിട്ട് ചെയ്തു പോകുന്നില്ല സർക്കാർ. അതാണ് അവിടെ മെയിനായിട്ടുള്ള ആക്സിഡൻറ്റ് ഉണ്ടാകാനുള്ള മെയിനായിട്ടുള്ള ഒരു കാരണം. അവിടുത്തെ മുതലപ്പുഴയിൽ ഒരു മാസം അല്ലെ മഴയുള്ളതപ്പോഴാണ് മിക്കപ്പോഴും അതിൽ കൂടുതൽ പ്രശ്നങ്ങൾ വരുന്നത്. അപ്പം നമുക്കാർക്കും മത്സ്യത്തൊഴിലാളികളോട് ചെന്നിട്ട് ജോലിക്ക് പോകരുതെന്ന് പറയാൻ പറ്റില്ലല്ലോ. അവരവരുടെ ഉപജീവന മാർഗ്ഗമാണ് അത്, അവർക്ക് പോയേ പറ്റൂ. അപ്പം സുരക്ഷിതമായിട്ട് പോവുക എന്ന് ഇപ്പം സർക്കാരിൻ്റെ ആണെങ്കിലും മറ്റുള്ളവരാണ് ഇപ്പം നമ്മളാണെങ്കിൽ പോലും ഒരു അപകടം വരുമ്പോഴും മാത്രമാണ് അതിനെപ്പറ്റി ചിന്തിക്കുന്നത്. അല്ല അടുത്ത പ്രാവശ്യം ഇതേ സംഭവം നടക്കും, മഴ വരും, അവിടെ വേണ്ട കാര്യങ്ങൾ ചെയ്യുക, ഒന്നും ചെയ്യുന്നില്ല. സർക്കാരിൻ്റെ ഭാഗത്തുനിന്നും ഒന്നും ഉണ്ടാവുന്നില്ല. സർക്കാർ മാറി ഭരണം മാറി, പക്ഷെ ഒന്നും അവിടെ സംഭവിക്കുന്നില്ല എന്നുള്ളതാണ് ഇപ്പോൾ കാണുന്നത്. ഇങ്ങനെ ഒരു അപകടം പറ്റുമ്പോൾ ഒരു സഹതാപം പോലെ അവരുടെ അടുത്തൊക്കെ ചെല്ലും, സഹതാപം കാണിക്കുന്നു, പോകുന്നു. അടുത്ത വർഷം പിന്നെയും പാവങ്ങളുടെ കുറേ പേരുടെ ജീവൻ പോകുന്നു, സഹതാപം കാണിക്കുന്നു, ഇങ്ങനെ പോകുന്നു. അവിടെ എന്താണ് വേണ്ടത്, അവിടെ എന്താണ് ശരിക്കും സംഭവിച്ചത്, മുതലപ്പുഴയിൽ മാത്രം എന്തുകൊണ്ട് ഇത്രമാത്രം അപകടങ്ങൾ സംഭവിക്കുന്നു എന്ന് കൃത്യമായിട്ടെല്ലാം മനസ്സിലാക്കി അതിന് വേണ്ട നടപടികൾ എടുത്തു പോവുകയല്ലേ നമ്മുടെ സർക്കാർ ചെയ്യേണ്ടത്. നമ്മൾ ഇതിന്റെ വാർത്തകളുമായി ബന്ധപ്പെട്ട് യൂട്യൂബിലൊക്കെ നോക്കുമ്പോൾ ഈ മുതലപ്പുഴ അപകടം എന്ന് നമ്മൾ സെർച്ച് ചെയ്യുമ്പോൾ 6 വർഷം മുമ്പും ഒക്കെ വാർത്തകളാണ് വരുന്നത്. ഞാൻ ആലോചിക്കുകയാണ്, ഇത് ഇന്നും ഇന്നലെ തുടങ്ങുന്ന സംഭവമല്ല. ആ വർഷങ്ങളോളം ഈ അപകടം ഇവിടെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന വാർത്തകളാണ്. എന്നിട്ട് പോലും ഇതിനൊരു നടപടി എടുക്കാത്ത എന്താണെന്നുള്ളതാണ്. അത് സർക്കാരിന്റെ തന്നെ, അല്ലെങ്കിൽ അവരെ അവഗണിക്കുന്ന, സാധാരണക്കാരെ പോലെ സർക്കാരും പൊതുവെ അവരെ അവഗണിക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഇത്തരം യാഥാർത്ഥ്യങ്ങളിലേക്ക് പോകുമ്പോൾ എങ്ങനെയാണ് നമുക്ക് കയ്യും കെട്ടി നോക്കി നിൽക്കാൻ സാധിക്കുന്നത്? ഇവിടെ മരിച്ച ഞാൻ മനസ്സിലാക്കുന്ന ഒരു മത്സ്യബന്ധന കുടുംബത്തിന്റെ, ഒരു കടപ്പുറത്തെ ഒരു കുടുംബത്തിന്റെ ഏക അത്താണി എന്ന് പറഞ്ഞ ഒരാളായിരിക്കും. അയാൾ ആ കടലിൽ പോകുന്നത് കൊണ്ടായിരിക്കും ആ ഒരു കുടുംബത്തിന്റെ ഗൃഹനാഥൻ, അല്ലെങ്കിൽ ആ കുടുംബത്തിന്റെ നാഥൻ എന്ന് പറഞ്ഞ അയാളായിരിക്കും. അയാൾ ആ കടലിൽ പോയി കിട്ടുന്നത് കൊണ്ട് വേണം ഇവിടെ ജീവിക്കാനും മറ്റു കാര്യങ്ങൾ. ആ ഗൃഹനാഥനെയാണ് ഇവിടെ കാണാതായിട്ടുള്ളത്. അങ്ങനെയുള്ളൊരു യാഥാർത്ഥ്യത്തിൽ എങ്ങനെയാണ് ഇനി അവർ മുന്നോട്ട് ജീവിക്കാൻ പോകുന്നത്? ഇതൊക്കെ വളരെ ചോദ്യം ചെയ്യേണ്ട ഒരു വസ്തുതയാണ്. നമ്മൾ എങ്ങനെയാണ് ഇനി അവർക്ക് മുന്നോട്ടുള്ള ജീവിതം? നമ്മൾ അവരുടെ കരച്ചിലൊക്കെ കേൾക്കുമ്പോൾ, അല്ലെങ്കിൽ ഇവിടെ നേവിയെ സഹായത്തിനായിട്ട് വിളിക്കുന്നുണ്ട്. അപ്പോൾ അവിടുത്തെ ഉദ്യോഗസ്ഥർ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ 4 or 5 പേരെ കാണാതായാൽ മാത്രമേ നമുക്ക് നേവിയുടെ സഹായം തേടാൻ അനുവദിക്കൂ എന്നുള്ളതാണ്. ഇതൊരാളെയല്ലേ കാണാതെ. അപ്പൊ ഈ ഒരാളുടെ ജീവന് വിലയില്ലേ? ഞാൻ ചോദിക്കുന്നതാണ്, ഒരാളുടെ ജീവൻ അവിടെ വിലയില്ലേ? ഒരാളുടെ ജീവന് വേണ്ടി അവിടെ ഇറങ്ങാൻ ഒരാളും ഇല്ല. ഇവിടെ 4 or 5 പേരൊക്കെ ആയിരുന്നു ഞങ്ങൾ ഇറങ്ങായിരുന്നു. ഈ ഒരാൾക്ക് വേണ്ടി ഒന്ന് ഇറങ്ങാൻ നേവിയൊന്നും വിളിക്കാൻ പറ്റില്ല. എന്നിട്ട് മത്സ്യത്തൊഴിലാളികൾ നേരിട്ട് ഇറങ്ങുവാണ് കടലിലേക്ക്. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം. അവര് നേരിട്ട് ഇറങ്ങി സെർച്ച് ചെയ്യുവാണ്. കാരണം വിട്ടുകൊടുക്കാൻ പറ്റില്ല. അവരുടെ കൂടെപ്പിറപ്പ്, അവരുടെ കൂടെ വ്യക്തിയാണ്, അവരുടെ കൂടെ വരുന്ന ആളാണ്. ഇദ്ദേഹം തന്നെ അതിലൊരാൾ പറയുന്നുണ്ട്, ഇതിന്റെ ഒപ്പം തന്നെ പോയ ആള് പറയുന്നുണ്ട്, മറ്റേ അദ്ദേഹത്തെ ഉൾക്കടൽ അടിച്ചോണ്ട് പോവുകയായിരുന്നു. അദ്ദേഹത്തിന് അത് നോക്കി നിൽക്കാനല്ലാതെ പറ്റിയില്ല. പിന്നെ തിരിച്ചു ചെന്ന് എല്ലാവരും കൂടെ സെർച്ച് ചെയ്തിട്ടും ആളെ കിട്ടുന്നില്ല. അവിടെ കോസ്റ്റ് ഗാർഡിനെ വിളിച്ചിട്ട് കോസ്റ്റ് ഗാർഡ് ആണെങ്കിൽ കൃത്യമായൊരു നടപടി അവിടെ എടുക്കുന്നുമില്ല. വളരെയധികം വൈകിപ്പിക്കുകയാണ് ചർച്ച, അല്ലെങ്കിൽ വളരെയധികം വൈകിപ്പിക്കുകയാണ് അവർ ചെയ്യുന്നത്. അപ്പോൾ ഇത്തരം യാഥാർത്ഥ്യങ്ങളൊക്കെ വരുമ്പോൾ എങ്ങനെയാണ് നമുക്ക് ഈ ഒരു നീതി നിഷേധമല്ലേ അവിടെ നടക്കുന്നത്? അപ്പോൾ അവർക്ക് വേണ്ടി പോരാടുക എന്നുള്ളതാണ് ഏറ്റവും വലിയ, നമുക്ക് സർക്കാരിനോടും അല്ലെങ്കിൽ കൃത്യമായ നടപടി എടുക്കണം എന്നുള്ളതാണ് അവരോട് തന്നെ പറയാനുള്ളത്.